പ്രഗ്നൻ്റ് ആയാൽ തന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ഒത്തിരി സംസാരിക്കാറുണ്ട്. അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റലായിട്ടും ഒരു വെൽബീയിങ് ഉണ്ടാവുക എന്നുള്ളത്. പ്രോബ്ലത്തിൻ്റെ ഡെപ്തിനേക്കാൾ കൂടുതൽ എത്ര ഏർലി നമ്മൾ ഇൻ്റർവെൻഷൻ തുടങ്ങുന്നതനുസരിച്ചിട്ടാണ് പിന്നെ മാറ്റങ്ങൾ കാണുന്നത്. ആദ്യത്തെ 2 to 3 ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി ചേഞ്ചസ് നമ്മൾ കാണാറുണ്ട്. ഹായ് ഓൾ, ഞാൻ ഡോക്ടർ അമാന. ഞാൻ MD പീഡിയാട്രിക്സ് ഇൻ SCT മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഡോക്ടർ അഹമ്മദ് ഷാഫി, ഡെവലപ്മെൻ്റൽ പീഡിയാട്രീഷ്യൻ. ഇന്ന് ഞങ്ങൾ ഡെവലപ്മെൻ്റൽ പീഡിയാട്രിക്സിനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ആരാണ് ഡെവലപ്മെൻ്റൽ പീഡിയാട്രീഷ്യൻ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഡെവലപ്മെൻറ്റ് പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞ സ്പെഷ്യാലിറ്റി മറ്റുള്ള പീഡിയാട്രിക്സിൻ്റെ അണ്ടറിൽ വരുന്ന കാർഡിയോളജി, നെഫ്രോളജി, ന്യൂറോളജി എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. അഡൽട്ടിൽ വളരെ സുപരിചിതമായിട്ട് നമുക്കറിയാം ന്യൂറോളജിസ്റ്റിനൊക്കെ. അതുപോലെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സ്പെഷ്യാലിറ്റി. അതിൽ നമ്മൾ കാണുന്നുണ്ടാവുക ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സുള്ള കുട്ടികളാണ്. ഓട്ടിസം, ADHD, ലേണിംഗ് ഡിസബിലിറ്റി. അപ്പോൾ ഇത് പീഡിയാട്രിക്സിൻ്റെ അണ്ടറിൽ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ്. അതിൽ സ്പെസിഫിക് ആയിട്ട് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സും പിന്നെ കുട്ടികളിലുള്ള ബിഹേവിയറൽ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇപ്പം മെയിനായിട്ട് പറഞ്ഞത് ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് ഉള്ള കുട്ടികളെ നമ്മൾ കുറച്ചുകൂടി എക്സ്പെർട്ടൈസ് ആയിട്ട് നോക്കുന്നു. അതെ. അപ്പം നമ്മൾ ഇപ്പം ഏത് സമയത്താണ് ഇപ്പം കുഞ്ഞുങ്ങളിൽ എന്താ അപായ സൂചനകൾ ഉണ്ടെങ്കിലാണ് നമ്മളൊരു ഡെവലപ്മെൻ്റൽ പീഡിയാട്രീഷ്യനെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കേണ്ടത്? ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യനെ പല രീതിയിൽ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ ഈവൻ എൻ്റെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നോർമലാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ട്. ഐഡിയലി നമ്മൾ ഒരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഐഡിയലി ഒരു പീഡിയാട്രീഷ്യനെ തന്നെയാണ് കാണേണ്ടത്. പീഡിയാട്രീഷ്യൻ കണ്ട് റെഫർ ചെയ്യുന്ന കുട്ടികളാണ് ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് എത്തുക. പീഡിയാട്രീഷ്യൻ ഒരു സബ് സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റോ ആയിട്ട് നമുക്ക് പറയാം. ഡെവലപ്മെൻറ്റ് നീഡ് നമ്മൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം സമയത്തിന് ഡെവലപ്മെൻറ്റ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യനെ അല്ലെങ്കിൽ ആദ്യം ഒരു പീഡിയാട്രീഷ്യനെ കണ്ടതിന് ശേഷം ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റിന് വേണ്ടിയിട്ടും ഡെവലപ്മെൻറ്റ് ഇവാലുവേഷന് വേണ്ടിയിട്ടും ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യനെ കാണുന്നുണ്ടാവാം. ഡെവലപ്മെൻറ്റ് സാധാരണ 5 ഡൊമൈനുകളായിട്ടാണ് നമ്മൾ തിരിക്കുക. ഒന്ന് മോട്ടോർ, അതായത് നമ്മൾ കഴുത്തുറയ്ക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ്, അതിൽ തന്നെ വരുന്നതാണ് കൈ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ. ജനന സമയത്ത് കൈ ക്ലോസ്ഡ് ആയിരിക്കും, പിന്നെ ഓപ്പൺ ആയി തുടങ്ങും, പിന്നെ കുട്ടികൾ കൈ കൊണ്ട് പിടിക്കുന്നു, പിന്നീട് എഴുതുന്ന വരെയുള്ള കാര്യങ്ങൾ. അതിലാണ് നമ്മൾ ഫൈൻ മോട്ടോർ വരുന്നുണ്ടാവുക. പിന്നെ വരുന്നതാണ് അഡാപ്റ്റീവ് അല്ല സെൽഫ് കെയർ സ്കിൽസ് എന്ന് പറയുന്നത്. സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുന്നത്, ടോയ്ലറ്റിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നുണ്ടാവുക. പിന്നെ മൂന്നാമത്തെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ, ആളുകളോട് എങ്ങനെ ഇടപഴകുന്നു, എന്തിന് ഇടപഴകുന്നു, സാമൂഹിക ബോധം കാര്യങ്ങൾ, സോഷ്യൽ സ്കിൽസ് എല്ലാം അതിലാണ് വരുന്നുണ്ടാവുക. പിന്നെ നാലാമതായിട്ടുള്ള ഡൊമൈനായിട്ട് പറയുന്നത് കോഗ്നിഷൻ, ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, ലേണിംഗ്, തിങ്കിങ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ്, അങ്ങനെ ലേണിംഗ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ കോഗ്നിഷനിലാണ് നമ്മൾ പറയുക. പിന്നെ അഞ്ചാമത്തായിട്ടുള്ളത് ലാംഗ്വേജ്, സംസാരം, അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 5 ഡൊമൈനായിട്ട് ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങൾക്കും നമ്മൾ ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യനെ സമീപിക്കാവുന്നതാണ്. ഇപ്പം ഓരോ ഡൊമൈൻസ് നമ്മൾ പറഞ്ഞു. അപ്പം ആ ഡൊമൈൻസിൽ ഒരു ഏജ് പീരീഡ് ഉണ്ടാവുമല്ലോ. ഏത് ഏജിലും ഇത് ചെയ്തിട്ടില്ല എങ്കിലാണ് നമ്മൾ ഡെവലപ്മെൻ്റൽ പീഡിയാട്രീഷ്യനെ കാണിക്കേണ്ടത്? അത് ഓരോന്നിനും അതിൻ്റേതായൊരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ ഐഡിയലി അതിനുള്ള ചെറിയ വ്യതിയാനങ്ങൾക്ക് പോലും ഒരു ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആദ്യത്തെ 2 തൊട്ട് 3 വയസ്സ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുഞ്ഞിന് എന്ത് ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും മാറ്റങ്ങൾ ഒത്തിരി വരാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈവൻ ഒരു 4-5 മാസമായിട്ട് കുട്ടിയുടെ കഴുത്തുറച്ചിട്ടില്ലെങ്കിലും ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യനെ കാണേണ്ടത് തന്നെയാണ്. ഇപ്പം ചില കുട്ടികൾ രക്ഷിതാക്കൾ വരാറുണ്ട്, ആദ്യത്തെ ഒരു മാസത്തെ തന്നെ കുട്ടി മുഖത്തേക്ക് നോക്കുന്നില്ല, ഐ കോണ്ടാക്റ്റ് ഇല്ല എന്നുള്ളത്. അപ്പം ജനന സമയത്തും ആദ്യത്തെ 10-15 ദിവസങ്ങൾ കൊണ്ട് തന്നെ കുട്ടികൾ മുഖത്തേക്ക് നോക്കി തുടങ്ങുന്നതാണ്. 2 മാസമായിട്ട് മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല എങ്കിലും ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യനെ കാണാൻ വരുന്ന ആളുകളുണ്ട്. ഇതൊന്നുമല്ല നമ്മൾ പിന്നെ ഹൈ റിസ്ക് ആയിട്ട്, അതായത് ജനന സമയത്തുള്ള പ്രശ്നങ്ങൾ കാരണമോ അല്ലെങ്കിൽ നേരത്തെ ജനിച്ചത് കാരണം വരുന്ന NICUവിൽ കിടക്കേണ്ടി വരുന്ന കുട്ടികൾക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പിനും ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യനെ സമീപിക്കാവുന്നതാണ്. ഡോക്ടർ പറഞ്ഞതിൽ ഈ NICU സ്റ്റേയിൽ ഉള്ള കുട്ടികൾ പലപ്പോഴും ഡെവലപ്മെൻ്റൽ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് എത്താറില്ല. ഹൈ റിസ്ക് ഇൻഫൻസിന്, അതായത് മാസം തികയാതെ പ്രസവിച്ച കുട്ടികൾക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഡെവലപ്മെൻ്റൽ തെറാപ്പീസ്, അവരുടെ ഇൻ്റർവെൻഷൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവരുടെ ബെറ്റർ ഔട്ട്കമ്മിന്? ഐഡിയലി നമ്മൾ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികൾ എന്നാണ് നമ്മൾ ഹൈ റിസ്ക് ഇൻഫൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. സാധാരണഗതിയിൽ നേരത്തെ ജനിച്ച കുട്ടികളാവാം, മാസം തികയാതെ
അല്ലെങ്കിൽ ഇപ്പോൾ തികഞ്ഞിട്ടും വെയിറ്റ് ഇല്ലാത്ത കുട്ടികളാവാം. ഇനി NICUവിൽ പല കാരണങ്ങളാൽ ജനിച്ച സമയത്ത് കരഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നത്, അപസ്മാരങ്ങൾ വന്നിട്ട്, അങ്ങനെ പല കാരണം NICUവിൽ കിടന്ന കുട്ടികളാവാം, ജനിതകമായ പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളാവാം. അപ്പോൾ ഈ കുട്ടികളിലൊക്കെ നമുക്ക് അറിയാം ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് നേരത്തെ കണ്ടുപിടിക്കുക, വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ് ഡിലേ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യന് ഹൈ റിസ്ക് ഉള്ളൊരു കുട്ടി എത്തുന്ന സമയത്ത് ഒരു ഡെവലപ്മെൻറ്റൽ സ്ക്രീനിങ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അത് നമ്മുടെ റൂട്ടീൻ നമ്മുടെ വിസിറ്റിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡെവലപ്മെൻറ്റ് സ്ക്രീനിങ്ങിൽ പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 വയസ്സിൽ നമ്മൾ ആദ്യം റെഫർ ചെയ്യുക ഒരു ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഏർലി ഇൻ്റർവെൻഷൻ തെറാപ്പിസ്റ്റിനെ ആയിരിക്കാം. അപ്പോൾ ഏർലി ഇൻ്റർവെൻഷൻ തെറാപ്പിസ്റ്റ് ആയിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് അസസ്മെൻറ്റ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യൻ തന്നെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഒരു ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണത് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെവലപ്മെൻറ്റ് അസസ്മെൻറ്റ് ചെയ്ത് ഏതൊക്കെ ഡൊമെയിൻ എത്രത്തോളം ഡെപ്തിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. എഫക്റ്റ് ചെയ്ത ഡൊമെയിനിൽ നമ്മൾ ഇൻ്റർവെൻഷൻ കൊടുക്കും. ബാക്കിയുള്ള ഡൊമെയിന് വേണ്ടിയിട്ടുള്ള ഇൻഫൻറ്റ് സ്റ്റിമുലേഷൻ ആക്ടിവിറ്റീസും കൊടുക്കുന്നതാണ്. കുട്ടിക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു നീഡുണ്ട്, ഭയങ്കര ടോൺ കൂടിയിട്ടുണ്ട്, ഹൈപ്പർ ടോണിയ, അല്ലെങ്കിൽ ടോൺ കുറഞ്ഞ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഇത്തിരി ഡിലേ ഉണ്ടെങ്കിൽ, മോട്ടോ ഡിലേ ഉണ്ടെങ്കിൽ പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ് വേണ്ടി വരും. ചില കേസുകളിൽ ഇപ്പം ഏർലി അസസ്മെൻറ്റിൽ സൈക്കോളജിസ്റ്റിൻ്റെ റോൾ ഉണ്ടാവാം. കുട്ടികൾക്ക് സമയമായിട്ടും വേണ്ട രീതിയിലുള്ള സ്പീച്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവാം. ഫൈൻ മോട്ടോർ സ്കിൽസിന് വേണ്ടിയിട്ട്, കൈയിൻ്റെ സ്കിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് വേണ്ടി ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ സഹായം വേണ്ടി വരാം. അങ്ങനെ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് പലപ്പോഴും ഒരു ഹൈ റിസ്ക് ഉള്ള അല്ലെങ്കിൽ നേരത്തെ ജനിച്ച പ്രോബ്ലത്തോടു കൂടി ജനിച്ച കുട്ടിയെ നോക്കുന്നുണ്ടാവാം. പലപ്പോഴും ഒരു ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യൻ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പെഷ്യാലിറ്റി അല്ല, ടീം വേണം എന്തായാലും. അപ്പോൾ ആ ടീമിൽ അസസ്മെൻറ്റും അതുപോലെ കോഗ്നിറ്റീവ് അസസ്മെൻറ്റ്, ലേണിംഗ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സഹായം വേണ്ടി വരും. അതുപോലെ പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പല തെറാപ്പിസ്റ്റുകളുടെ കൂടെ ഇരുന്നിട്ടാണ്. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ദിവസം ഒരു 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡിസ്കഷൻസ് നടത്താറുണ്ട്. അതുവഴിയാണ് കുട്ടികളുടെ നേരത്തെ തന്നെ പല പ്രശ്നങ്ങളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം ആസ് എ ഡെവലപ്മെൻറ്റ് പീഡിയാട്രീഷ്യൻ ഞാൻ കൂടുതലും മെഡിക്കലും ജനറ്റിക്കും അണ്ടർലൈങ് കോസ് എന്തുകൊണ്ടാവാമെന്ന് നോക്കുമ്പോൾ അതേ സമയത്ത് തന്നെ മറ്റ് തെറാപ്പിസ്റ്റും സ്പെഷ്യലിസ്റ്റുകളും അവരവരുടെ ഡൊമൈനിൽ നിന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അത് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറേ ക്ലാരിറ്റി കിട്ടുകയും അതുവഴി നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള തെറാപ്പികളും ഇൻ്റർവെൻഷൻസും കൊടുക്കാൻ പറ്റും. ഏർലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ പെട്ടെന്ന് ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്തതിനാൽ എത്ര പെട്ടെന്ന് നമുക്ക് ഔട്ട്കം കിട്ടും? അത് ഡിപ്പെൻസ് ഓൺ കണ്ടീഷൻ. ഇപ്പം ചില കുട്ടികളിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. മൈൽഡ് ഡിലേ ഒക്കെ ഉള്ള കുട്ടികളാണ്, ഇപ്പം കഴുത്തുറച്ചിട്ടില്ല, മൈൽഡ് ഡിലേ ഒക്കെ ആണെങ്കിൽ ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ കുട്ടികൾ മാറ്റങ്ങൾ വരാം. ബട്ട് ജനറ്റിക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു ഡിലേ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. എങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി ഒക്കെ ഞാൻ കണ്ടുവരുന്ന ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികൾക്കൊക്കെ, ഈവൻ ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികൾക്കൊക്കെ ഏർലി ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നല്ല റെസ്പോൺസ് കാണാറുണ്ട്. സോ എനിക്ക് തോന്നുന്നത് പ്രോബ്ലത്തിൻ്റെ ഡെപ്തിനേക്കാൾ കൂടുതൽ എത്ര ഏർലി നമ്മൾ ഇൻ്റർവെൻഷൻ തുടങ്ങുന്നതനുസരിച്ചിട്ടാണ് പിന്നെ മാറ്റങ്ങൾ കാണുന്നത്. ഈവൻ ചില കുട്ടികളിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അത് ഏറ്റവും കൂടുതൽ ബ്രെയിനിന് മാറ്റങ്ങൾ വരുത്താൻ ഈ പ്രായമായതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള മിറക്കിൾസ് ചിലപ്പം കുട്ടികളിൽ കാണാറുണ്ട്. വിത്തിൻ 3 years, അതായത് ആദ്യത്തെ 2 to 3 ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒത്തിരി ചേഞ്ചസ് നമ്മൾ കാണാറുണ്ട്. ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലൊക്കെ ഏർലി ഇൻ്റർവെൻഷൻ ആണെങ്കിലും കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് ആണോ? ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന യൂഷ്വലി ഒരു 1.5-2 വയസ്സിൻ്റെ ഇടയ്ക്കാണ്. ഞാൻ കണ്ടുവന്ന കേസുകളിൽ ഒരു 1.5-2 വയസ്സിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്ന കുട്ടികളിൽ നമ്മൾ 1-2 മാസം കൊണ്ട് തന്നെ നല്ല ചേഞ്ച് കാണാറുണ്ട്. അപ്പോൾ 100% ക്യൂർ ആവോ ഇല്ല എന്നുള്ളത് നമുക്ക് ലോങ് ടേം ആയിട്ട് അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ മറ്റുള്ള കുട്ടികളെ പോലെ അതേപോലെ തന്നെ സോഷ്യലൈസേഷനും കമ്മ്യൂണിക്കേഷനും വന്ന ഒത്തിരി കുട്ടികളെ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു 1.5-2 വയസ്സിൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കുന്ന, അതും 2 to 3 വയസ്സിൻ്റെ ഉള്ളിലും നല്ല ചേഞ്ചുകൾ കുട്ടികൾ കാണാറുണ്ട്. നമ്മൾ ഇൻ്റർവെൻഷൻ വൈകും തോറും ഒരു 4-5 വയസ്സ് കഴിയുമ്പം നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇൻ്റർവെൻഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതിനനുസരിച്ച് കുട്ടികളുടെ മാറ്റങ്ങൾ കാണാറുണ്ട്. പ്രഗ്നൻസി സമയത്ത് അമ്മ എന്തൊക്കെ ശ്രദ്ധിക്കണം കുഞ്ഞിന് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്? ഐഡിയലി ഇതൊരു
അച്ഛനും അമ്മയും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഈവൻ ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ സാധാരണ പറയാറുണ്ട്. നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്തെ നമ്മൾ അടുത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാണ്ടിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. ഓട്ടിസോമൽ റിസസീവ് നിങ്ങൾക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇനിയിപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഫോളിക് ആസിഡ് കഴിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള സമയത്ത് പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുക. ഇനി പ്രഗ്നൻ്റ് ആയാൽ തന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ഒത്തിരി സംസാരിക്കാറുണ്ട്. ടൈംലി ആയിട്ട് നമ്മൾ ഒബ്സ്റ്ററ്റീഷനെ കാണണം എന്നുള്ള കാര്യമാണ്. അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റലായിട്ടും ഒരു വെൽബീയിങ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം അമ്മ തയ്യാറെടുക്കുന്ന പോലെ തന്നെ ഫാമിലി എല്ലാവരും ഒരു ബേബിയെ റിസീവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. പല വിഷയങ്ങൾ കാരണം ഒത്തിരി സ്ട്രെസ്സുകളിലൂടെ ആയിരിക്കും സ്ത്രീകൾ കടന്നു പോകുന്നുണ്ടാവുക. അപ്പം അവരുടെ സ്ട്രെസ് ഒരു പരിധിയിൽ കൂടാണ്ടിരിക്കുക എന്നത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ വീട്ടിലെല്ലാവരുടെ അടുത്തു നിന്നും ഉണ്ടാവണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്ത്രീയോട് പെരുമാറുന്നതിൻ്റെ ഉപരി നമ്മളിപ്പം പെരുമാറുന്നത് ഒരു അമ്മ പ്ലസ് ഒരു വളർന്നുകൊണ്ടിരിക്കുക കുഞ്ഞിനോടാണ് എന്നുള്ളൊരു ബോധം കൂടെയുള്ള പിന്നെ ഹസ്ബൻഡിനാണെങ്കിലും നമ്മൾ പറയുന്ന മദറിലോ അമ്മായിമ്മ ആയാലും അങ്ങനെ തുടങ്ങി വീട്ടിലുള്ള എല്ലാവരും ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഫിസിക്കലായിട്ടുള്ള, അതായത് ടൈംലി ആയിട്ട് ഫോളിക് ആസിഡ് കഴിക്കാത്തത് അല്ലെങ്കിൽ ന്യൂട്രീഷൻ കുറയുന്നത് കാരണം പല ഡെവലപ്മെൻറ്റൽ അല്ലെ ബ്രെയിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം. അത് കൂടാണ്ട് മെൻ്റൽ സ്ട്രെസ്സ് കാരണവും കുട്ടിയുടെ പ്രീ ടേം ഡെലിവറി, അതേപോലെ ചില പഠനങ്ങളിലൊക്കെ കുട്ടികളുടെ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഡിലേ, ഓട്ടിസം ഇതിൻ്റെയൊക്കെ റിസ്ക് കൂട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. മെൻ്റലിയും ഫിസിക്കലിയും റെഡി ആയതിന് ശേഷം പ്രഗ്നൻ്റ് ആവുക, ത്രൂ ഔട്ട് ദ ജേണി ഹാപ്പി ആയിട്ട് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സ്പെസിഫിക്കായിട്ട് ഈ പിന്നെ ഓട്ടിസമോ അല്ലെങ്കിൽ ADHDയോ ഒരു പ്രഗ്നൻസിയിലെ ഇന്നത് കൊണ്ട് വന്നു നമുക്ക് പറയാൻ വളരെ പ്രയാസമാണ്. പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കോറിലേഷൻസും പറയാറുണ്ട്. വളരെ സ്പെസിഫിക്കായിട്ട് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു വിഷയത്തിൽ. ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുഞ്ഞിന് വരാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായും. അപ്പം അണ്ടർലൈങ് ഒരു ഹെറിഡിറ്ററി അല്ലെ ജനറ്റിക് ആയിട്ട് വരുന്ന വിഷയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ ഓട്ടോസോമൽ റിസസീവ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഒത്തിരി നമ്മൾ കാണാറുണ്ട് ചില ഫാമിലി റൺ ചെയ്യുന്നതായിട്ട്. ഈവൻ തമിഴ്നാട് എന്നൊക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടി സൗത്ത് നിന്ന് വരുന്ന ഒത്തിരി പാരൻസിൽ നമ്മൾ ഇപ്പോഴും സ്വന്തം അമ്മാവനെ കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റം കണ്ടിട്ടുണ്ട്. ഇപ്പം അടുത്തും ഒരു ഇടുക്കിയിൽ നിന്ന് വന്നൊരു കുട്ടിയെ കണ്ടപ്പം ഓട്ടോസോമൽ റിസസീവ് ആയിട്ടുള്ള ഒരു ജനറ്റിക് എപ്പിലെപ്സിയും ഒക്കെയുള്ള ഒരു കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള അടുത്ത കുടുംബത്തിൽ നിന്നുള്ള കല്യാണം കാരണം വരുന്ന വിഷയങ്ങളുണ്ട്. പിന്നെ ഫാമിലി റൺ ചെയ്തു പോകുന്ന മറ്റ് ജനറ്റിക് ഇഷ്യൂസ് നമ്മൾ കാണാറുണ്ട്.